ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നൊരു മുദ്രാവാക്യം 1972 സംസ്ഥാനത്തുടനീളം അലയടിച്ചിരുന്നു. കേരള കോൺഗ്രസിന്റെ ആലുവ സാമ്പത്തിക പ്രമേയത്തോടനുബന്ധിച്ച് അവതാരകനായ KM മാണി തന്നെ മുഴങ്ങുന്ന കിടിലൻ ശബ്ദത്തിൽ അടിവരയിട്ട് പറഞ്ഞ ശക്തമായ വാക്കുകളായിരുന്നു അത്. 1964 രൂപം കൊണ്ട കേരള കോൺഗ്രസിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ നയമോ ഇല്ലായിരുന്നു. ഒരു വികാരത്തിന്റെ പുറത്ത് രൂപം കൊണ്ട പാർട്ടി അതേ വികാരത്തിൽ കുറെ നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പാർട്ടിയുടെ സമീപനം ജനങ്ങളോട് തുറന്നു പറയണമെന്നും അവരുടെ മുമ്പാകെ അവതരിപ്പിക്കണമെന്നുമുള്ള ചിന്ത വന്നത്. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്ന് KM മാണി, ആ KM മാണിയായിരുന്നു അതിന്റെ ചുമതല ഏറ്റെടുത്തത്. തൊഴിലാളി മുതലാളി നിർവചനം അവിടെ രൂപപ്പെടുന്നു. 2 ഏക്കർ കൃഷിയുള്ളവൻ മുതലാളിയല്ലെന്നും അവനും തൊഴിലാളി തന്നെയാണെന്നും തൊഴിലാളികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും അവനും അർഹനാണെന്നും മാണി ഉറക്കെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയും നിലയും ഉണ്ടാക്കി കൊടുത്ത ആലുവ സാമ്പത്തിക പ്രമേയത്തിലെ പ്രധാനപ്പെട്ട വാചകങ്ങൾ അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാതിരുന്ന PT ചാക്കോയുടെ മകൻ PC തോമസ് ഇക്കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പാർട്ടിയുടെ ആലുവ ക്യാമ്പിലെ വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുക മാത്രം ചെയ്ത അന്നത്തെ ചെയർമാൻ KM ജോർജിന്റെ വായിൽ തിരികെ വെച്ചത് ശരിയായില്ലെന്ന് പറയാതെ വയ്യ. ഇത് ഡിജിറ്റൽ യുഗമാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത പറയുന്നതെല്ലാം രേഖയായി അവിടെ തന്നെ കിടക്കും. എത്ര നാൾ കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അത് കേൾക്കാനും കാണാനും സാധിക്കും. PC തോമസ് ഇപ്പോൾ KM ജോർജിന്റെ വായിൽ തിരികെ വെച്ച വാചകങ്ങൾ മുഴുവൻ നാളെ മുതൽ KM ജോർജിൻ്റെതായി പുറത്തു വരികയും ചെയ്യും. അതാകെ ആശയക്കുഴപ്പമാവും. അത് KM മാണിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായി തീരും. സരസനായ ഒരു കേരള കോൺഗ്രസ് പാർട്ടിക്കാരൻ കുന്നന്താനത്ത് നടന്ന ഈ സംഭവത്തിന് ശേഷം ഭാവനയിൽ കണ്ട ചില വിശേഷങ്ങൾ കൂട്ടുകാരോട് പങ്കുവച്ചു. കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അതായത് PC തോമസിന്റെ കുന്നന്താന പ്രസംഗത്തിന്റെ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന PC തോമസ് പിതാവ് PT ചാക്കോയും KM ജോർജും കൂടി പരലോകത്തിരുന്ന്, അതായത് സ്വർഗത്തെ തട്ടുകടയിൽ നിന്ന് ചായപ്പീടികയിൽ ഇരുന്ന് സംസാരിക്കുന്നതായി സ്വപ്നം കണ്ടു. ജോർജ് ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ചന്റെ മകൻ എന്റെ പേരിൽ ചില കാര്യങ്ങളെല്ലാം കുന്നന്താനത്ത് പോയി പറഞ്ഞതായി കേൾക്കുന്നുണ്ടല്ലോ. വിവരക്കേട് പറയാനുള്ള വിവരമൊക്കെ അവന് പണ്ടേ ഉണ്ടെന്നാണ് അതിന് മറുപടിയായി ചാക്കോ മൊഴിഞ്ഞത്. അവനെ പിടിച്ച് മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥിയാക്കി നിരവധി തവണ ജയിപ്പിച്ചെടുത്ത KM മാണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ ജോർജെ? ഇത്രയൊക്കെ ശക്തമായ വാചകങ്ങൾ പറയുവാനുള്ള ബുദ്ധിയും ബോധവും എനിക്കുണ്ടായിരുന്നെങ്കിൽ 1965 ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നു എന്നാണ് KM ജോർജ് സരസമായി പറഞ്ഞത്. അന്ന് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസിന്റെ പ്രസക്തി ഇന്ന് എന്താകുമായിരുന്നു? ഇല്ലാത്ത ആദർശത്തിന്റെ പേരിലല്ലേ അത് കളഞ്ഞു കുളിച്ചത്. പാർട്ടിക്ക് ഒരു അന്തസ്സും വിലയും നിലയും ഒക്കെ ഉണ്ടാക്കി തന്നത് പിന്നീട് KM മാണിയുടെ ശക്തമായ വാചകങ്ങളും നിയമസഭയിലെ പ്രകടനങ്ങളും തന്നെയാണെന്ന് KM ജോർജ് സമ്മതിച്ചു. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സഹപാഠിയും സഹപ്രവർത്തകനുമായിരുന്ന നമ്പ്യാമ്പറമ്പിലെ NM വർഗീസിനെ മാറ്റി തൊടുപുഴ മണ്ഡലത്തിൽ പാലത്തിനാൽ കുഞ്ഞാട്ടന്റെ മകനെ മത്സരിപ്പിച്ചതിന്റെ അനന്തരഫലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞുവെന്ന് KM ജോർജ് കൂട്ടിച്ചേർത്തു. ഒരാൾക്ക് 2 പദവി പാടില്ലെന്ന പാർട്ടി ഭരണഘടനാ സിദ്ധാന്തം രേഖയാക്കി കൊണ്ടുവന്ന് MLA-മാരെ കൊണ്ടും നേതാക്കളെ കൊണ്ടും ഒപ്പിടിപ്പിച്ച് പാർട്ടിയിൽ അവതരിപ്പിച്ചത് താൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നവൻ തന്നെയാണല്ലോ എന്നോർത്ത് KM ജോർജ് പരിതപിച്ചു PT ചാക്കോയോട്. ഇനി ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പാർട്ടിയുടെ അന്തിമ ഗുണഭോക്താവ് നിങ്ങൾ പറഞ്ഞ നേതാവ് തന്നെ ആയിപ്പോയത് വിധിയെന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാമെന്നും PT ചാക്കോ കൂട്ടിച്ചേർത്തു. സഹിക്കാൻ പറ്റാത്തതൊന്നുമല്ല ചാക്കോച്ച. 2001 യുവന്മാരെല്ലാം കൂടി എന്റെ 25ാം ചരമവാർഷികം കോട്ടയത്ത് നടത്തി. എന്നെ തോണ്ടി കുഴിയിലിട്ടവന്മാർ എല്ലാം കൂടി എന്തൊരു വികാര പ്രകടനമായിരുന്നു. അവന്റെ എല്ലാം മനസാക്ഷിക്കുത്താണ് അതിനെല്ലാം പ്രേരിപ്പിച്ചത്. മാണിയെ മാത്രം ആ വേദിയിൽ കണ്ടില്ല. ഏതായാലും ജോർജ് തന്റെ മകനോടും ഒന്ന് സൂക്ഷിച്ച് നിന്നോളാൻ പറഞ്ഞേക്ക്. എപ്പോൾ കാലുവാരുമെന്ന് പറയാൻ സാധിക്കില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന തോമസ് വെളുപ്പിനെ തന്നെ പഴയ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഓർമ്മയുള്ള PM മാത്യുവിനെ വിളിച്ചു ചോദിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് അങ്ങാടിയിൽ കേട്ട കഥ. കൊള്ളാമല്ലേ? PC തോമസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന്റെ ആകെയുള്ള സമ്പാദ്യം പഴയ കാര്യങ്ങളെ പറ്റിയുള്ള അവന്റെ ഓർമ്മയും നാവിലെ സരസ്വതി വിളയാട്ടവുമാണ്. ചില ചരിത്ര ബോധവും. പഴയ കാര്യങ്ങൾ യഥാസമയം ഓർത്തിരുന്ന് പറയാൻ പറ്റാതെ വല്ലതും വിളിച്ചു കൂവി പറഞ്ഞാൽ പലരും വിമർശിക്കും. അത് കേട്ട് തലയിൽ മുണ്ടുമിട്ട് ഓടേണ്ട ഗതിയും ഉണ്ടാകും. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നുമില്ല.